പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹങ്കേരാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്നും നേർവഴി കാട്ടിയ മക്കത്തൂരിച്ച ഹബീബുള്ള മംഗകൾ പുത്തമി ആമിന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹു ഒരുമിച്ച് ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബർ മടിയിൽ തല വെച്ചു. അന്ത്യപ്രവാചകൻ നിദ്ര പ്രാപിച്ചു. ചന്ദ്രവാദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പൂർണ്ണ നബിയുടെ അംഗരക്ഷകൻ പരിശുദ്ധ ദീനിനെ പോറ്റിയ ധീരൻ പരലോക ജീവിതം മോഹിച്ച വീരൻ പലതരിൽ സ്നേഹം പുലർത്തുന്ന മാന്യൻ വസ്ത്രത്തിൻ തുണ്ടി കൊണ്ട് ഗുഹയുടെ ദ്വാരമടയ്ക്കുന്നുണ്ട്. പഴുതന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല പാദവിരൽ കൊണ്ടമാർത്തിയെ ഒട്ടും പേടിക്കാതെ നബിയെ ഉണർത്താതെ ഒക്കെയും നോക്കിയിരിക്കുന്നേ. റസൂലുള്ള മടിയിൽ കിടക്കുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സംതൃപ്തനാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു. മിഴികൾ നിറഞ്ഞ അബൂബക്കർ തിരയുന്നു. നബിയെ ഉണർത്തിയില്ല. സിദ്ദീഖിന്റെ വേദന തീരുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്തി റസൂലിന്റെ പട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്തിൽ ഞെട്ടി ഉണർന്നു നോക്കിയേ. എന്താ സിദ്ധി പോലെ നിങ്ങൾ കരയുന്നു? എന്ത് വീണഞ്ഞെന്ന് ചൊല്ലൂരിനോട്. എന്റെ മാനരാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമനീർ പൂരത്തി നബി സിദ്ദീഖിന്റെ ഉഗ്രദിശമിറങ്ങി. ആകപ്പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂൽ